നമസ്കാരം, മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷാജേട്ടനാണ്. അപ്പം പ്രതിഭ ട്യൂട്ടോറിയൽ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പം എന്താണ് ഈ സിനിമയുടെ വിശേഷം, എന്താണ് നമുക്ക് ചേട്ടനോട് കൂടി ചോദിക്കാം. ചേട്ടാ, എന്താണ് പറ. പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മളവിടെ മോൾക്കറിയാൻ പറ്റാൻ സാധ്യത കുറവാണ്. ട്യൂട്ടോറിയൽ കോളേജുകളുണ്ടായിരുന്നു. ഈ 10th തോറ്റവർക്കൊക്കെ വീണ്ടും പഠിച്ച് പാസ്സാവാനും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററും കൂടി കൂടിയിട്ടാണ്. അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിട്ട് വീണ്ടും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതൊക്കെ വന്നപ്പോൾ അങ്ങനൊരു മേഖലയില്ല. അപ്പോൾ അത്തരത്തിൽ പാരമ്പര്യമായിട്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിക്കൊണ്ടിരുന്ന വെച്ചാൽ ഒരു അച്ഛൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ പുള്ളിയുടെ മക്കൾ അത് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പ് അങ്ങനെയൊക്കെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രയത്നമാണ് ഈ പ്രതിഭ കോളേജ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെ. ഇപ്പം അത് ചേട്ടൻ്റെ ക്യാരക്ടർ എന്താണ്? എൻ്റെ ക്യാരക്ടർ ഇവിടെ അതിനകത്ത് ബോയ്സിൻ്റെ ഒരു ഹോസ്റ്റലുണ്ട്. അവിടുത്തെ കെയർ ടേക്കറാണ് ഞാൻ. അവിടുത്തെ വാർഡനാണ് അഞ്ജന അപ്പുക്കുട്ടൻ. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. പണ്ടത്തെ സിനിമയിൽ നിന്ന്, അതായത് പണ്ടത്തെ ക്യാരക്ടറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇത്. അങ്ങനെയല്ല, ഇതൊരു ഫണ്ണി ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെ തന്നെ, വേറെ അതിന് വലിയ സംഭവമൊന്നുമില്ല. പ്രേക്ഷകരെ സ്വീകരിക്കും നല്ല രീതിയിൽ തന്നെ. അതായത് ഇപ്പം ദ ഗോട്ട് ഇറങ്ങുന്നുണ്ട് വിജയുടെ സെപ്റ്റംബർ 5-ാം തീയതി. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്താണ്, ഇപ്പം സെപ്റ്റംബർ 13-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജനങ്ങൾ ഇത് ഏറ്റെടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അതിനുള്ള തെളിവുകളാണ് നമ്മൾ ചെറിയ ചെറിയ പടങ്ങൾ വന്നെല്ലാം വമ്പ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതുപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്നതാണ് സിനിമയെങ്കിൽ പോലും ഇപ്പോഴത്തെ ജനറേഷന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. കാരണം ഇപ്പോൾ ഈ ഹോസ്റ്റൽ സൗകര്യം, കുട്ടികൾ ഇതിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്ന വികൃതികളൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്ക് ചെയ്തത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ബേസ് ആണോ? അതെ, എൻ്റർടൈൻമെൻറ്റ്, ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി ബേസ്. അത് ഇപ്പം ഇത് പറയുന്നുണ്ട്, നമുക്ക് ഈ ഫിലിംസ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കാണാൻ പറ്റുന്നില്ല എന്ന രീതി പറയുന്നുണ്ട്. അതായത് അത് തന്നെ, ഇതിൽ തികച്ച് നമ്മൾ ഫാമിലിയായിട്ട് മൊത്തം ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട ഒരു പടം കൂടിയാണ്. ഇപ്പം വേറെ ചേട്ടാ, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ട്? ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പണ്ടൊക്കെ ക്ഷേമോ ചോദിക്കണം, ഇപ്പോൾ ഹേമ കമ്മിറ്റി ചോദിക്കണത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിൽ വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. നമ്മൾ മേക്ക് ചെയ്യണ ഒരു കാര്യമായിരിക്കും ഇതും പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മോളിപ്പോൾ എന്നോട് ചോദിച്ചതും മോൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകും. പക്ഷേ ഇത് പറഞ്ഞു തന്നെങ്കിൽ എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എനിവേ, എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിലും അത് ആരോപണം ഉന്നയിച്ചേക്കുന്ന ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് വിധിയുണ്ടാവും. അതിന് മാക്സിമം അവർക്കുള്ള ശിക്ഷ കൊടുക്കണം. അല്ല, അവരതിന് നിരപരാധിയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നവർക്ക് അതിനെതിരെയുള്ള നടപടി ഉണ്ടാവണം. എന്തായാലും കോടതി വിധി നമ്മൾ അംഗീകരിക്കുക. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സംഘടനയൊക്കെ അത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സംഘടന നിലനിർത്തിക്കൊണ്ട് പോകാം. കയ്യിൽ സംഘടനക്ക് പൈസ ഉണ്ടെങ്കിൽ. പക്ഷേ ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മുടെ സമൂഹത്തിൻ്റെ സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ സിനിമ കാണാൻ ജനങ്ങൾ കയറണം. സിനിമ കാണുന്നത് ജനങ്ങൾ കയറുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സംഘടന നിലനിൽക്കുന്നത്. അത് ജനങ്ങളുടെയും കൂടി സംഘടനയാണ് അമ്മ എന്ന സംഘടന. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടന നിലനിൽക്കണം. അത് ഇത്രയും നാൾ എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുമ്പോട്ട് പോകണം. അതിനുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിന് മേലെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നീതിപീഠമുണ്ട്. ഇവരെല്ലാവരും തീരുമാനിച്ചിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തിയിട്ട് ജനങ്ങൾക്കും അതുപോലുള്ള ഇൻഡസ്ട്രിയിലുള്ളവർക്കും മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന്. ഇപ്പോൾ ഈ അമ്മ സംഘടനയിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ 17 പേരാണ് പെട്ടെന്ന് രാജിവെച്ച് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം? പെട്ടെന്ന് രാജിവെച്ചതല്ലേ? അല്ല, പെട്ടെന്ന് രാജിവെച്ചതല്ല, അത്രയും പ്രഷറായിട്ട് രാജിവെച്ചേക്കണം. അറിയാലോ, നമ്മൾ ആ ഒരു ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജിവെച്ചേക്കണമല്ല, അത് അത്രയും പ്രഷർ ചെലുത്തിയിട്ട് തന്നെ ചെയ്തേക്കണതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു വശം കണ്ടിട്ടായിരിക്കും ചെയ്തേക്കണം. കാരണം അതുപോലുള്ള ആൾക്കാരെ കൊണ്ടുവരാനും അതുപോലുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തേക്കണത്. നല്ലൊരു തീരുമാനം മനസ്സിൽ കാണാതെ ഒരിക്കലും ചെയ്യില്ല. ഇപ്പം ഈ അമ്മ സംഘടനയുടെ ഇനി ആരാകണം പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി? അതൊരു ചേട്ടനൊരു ആഗ്രഹം എന്ന രീതി പറയാം. ആരാകണം എന്ന രീതി? ഞാനാവണം. സാധാരണ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. അതല്ല, ഇതിനകത്തൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സംഘടന പ്രസിഡൻ്റ് ആവണമെങ്കിൽ ഈ സംഘടന എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിലൂടെ നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള നല്ലൊരു സംഘാടകനായിട്ടുള്ള ഒരാളായിരിക്കണം ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇപ്പം നിലവിലുള്ള ലാലേട്ടൻ അതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്നത് ആരായാലും അവർക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവണം.